ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. വാഴക്കൂമ്പ് തോരനാണ് ചെയ്തെടുക്കുന്നത്. ഓരോ നാട്ടിലും ഇതിന് പല പേരാണ്. നിങ്ങളെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പുറമേയുള്ള ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായിരിക്കും, അത് കാണുന്നത് വരെ ഒന്ന് മാറ്റി കൊടുക്കാം. ചില വാഴക്കൂമ്പിന് നല്ല കയ്പ്പായിരിക്കും. വാഴക്കൂമ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ല കയ്പ്പുള്ളതാണെങ്കിൽ ഞാൻ ഉപയോഗിക്കാറില്ല. ഇതുപോലെ ആയാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഞാനിതൊന്ന് കഴുകിയെടുത്ത ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിലരിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നാരൊക്കെ മാറ്റിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഞാനിതിൽ നാരൊന്നും മാറ്റിയെടുക്കുന്നില്ല. ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഈ വാഴക്കൂമ്പൊക്കെ ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.